Good morning, students. Today we can see the various methods of apportionment of joint cost. We know that what is a joint product. Joint product is a product which is obtained from a particular raw material or from the same raw material from the same production process. Or if one or two or more products are derived from the same material from the same production process, then we can term all these products as joint products. And up to the split of point, these joint products will have a cost which is known as joint cost. And after the split of point, we can separately identify the cost for various joint products obtained. Okay, so split of point വരെ നമുക്ക് obtain ചെയ്തിരിക്കുന്ന ആ ഒരു പ്രോസസ്സിന് വേണ്ടി ഉണ്ടായിട്ടുള്ള കോസ്റ്റിനെ നമുക്ക് ജോയിൻറ്റ് കോസ്റ്റ് എന്നേ പറയാൻ പറ്റുള്ളൂ. ആൻഡ് ആ ജോയിൻറ്റ് കോസ്റ്റിനെ നമ്മൾ എങ്ങനെയാണ് ഓരോ പ്രോഡക്റ്റുകൾക്ക് ഓരോ ജോയിൻറ്റ് പ്രോഡക്ട്സുകൾക്കായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, അതിൻ്റെ കോസ്റ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് അതിനുള്ള മെത്തേഡ്സ് ആണ് മെത്തേഡ്സ് ഓഫ് അപ്പോർഷൻമെൻറ്റ് ഓഫ് ജോയിൻറ്റ് കോസ്റ്റിൽ പറയുന്നത്. So the first method is physical unit method. Physical unit method il namukku it is apportioned based on the physical volume. എത്രയാണോ quantity of output അല്ലെങ്കിൽ quantity of joint products obtain ചെയ്തിരിക്കുന്നത് അതിൻ്റെ ബേസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ജോയിൻറ്റ് കോസ്റ്റിനെ ഡിവൈഡ് ചെയ്യുന്നു. ആൻഡ് അങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇൻ കേസ് നമ്മൾ ഇൻപുട്ട് ചെയ്ത യൂണിറ്റും ഔട്ട്പുട്ട് ചെയ്ത യൂണിറ്റും തമ്മിൽ ചിലപ്പോൾ ഡിഫറൻസ് ഉണ്ടാവും. നമുക്കറിയാം പ്രൊഡക്ഷന് വേണ്ടി ഒരു പ്രോഡക്റ്റ് കുറച്ച് 100 യൂണിറ്റ് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് അതിൻ്റെ 90 യൂണിറ്റിൻ്റെ ഔട്ട്പുട്ടേ കിട്ടുള്ളൂ. ബാക്കിയുള്ള യൂണിറ്റ്സ് എന്താവും, ലോസ് ആയി പോകും. അങ്ങനെയുള്ള എന്തെങ്കിലും വേസ്റ്റുകളുണ്ടെങ്കിൽ അതുകൂടെ നമ്മൾ എന്ത് ചെയ്യും, ഇതിൻ്റെ കൂടെ അപ്പോർഷൻ ചെയ്യും. സോ ലെറ്റ് മീ സീ ദ ഇല്ലസ്ട്രേഷൻ പ്രോബ്ലം 1. ആൻഡ് ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഇതിൻ്റെ ഓരോ മെത്തേഡ്സും ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിലും ഒരെണ്ണം വെച്ച് ചോദിച്ചിട്ടുണ്ട്. ആൻഡ് ഓരോ ക്വസ്റ്റ്യൻസും വന്നിരിക്കുന്നത് സെയിം ഇല്ലസ്ട്രേഷൻ വിത്തൗട്ട് എനി ചേഞ്ച് ഇൻ ദ എമൗണ്ട് ഇറ്റ്സെൽഫ്. ആ എമൗണ്ട് പോലും വ്യത്യാസം ഇല്ലാതെയാണ് വന്നിരിക്കുന്നത്. സോ യു ക്യാൻ സി ഓൾ ദീസ് ഇല്ലസ്ട്രേഷൻ ഇറ്റ്സെൽഫ്. നമ്മൾ ഇല്ലസ്ട്രേഷൻ മാത്രം വർക്കൗട്ട് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, സോ കോക്ക് മാനുഫാക്ചറിങ് കമ്പനി 10,560 ടൺസ് യൂസ് ചെയ്തിട്ട് ഒരു ടണ്ണിന് 20 രൂപ വെച്ചിട്ടായിരുന്നു അവർക്ക് ചാർജ് വന്നത്. അത് യൂസ് ചെയ്ത് അവർ കോക്ക് ടാർ ബെൻസോൾ സൾഫേറ്റ് പ്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ 10,560 ആയിരുന്നു നമുക്ക് കിട്ടിയ ഇൻപുട്ട് എന്ന് പറയുന്നത്. ഇൻപുട്ട് എന്ന് പറയുന്നത് 10,560 ആയിരുന്നു. പക്ഷെ നമുക്ക് കിട്ടിയ ഔട്ട്പുട്ട് എത്രയാണ്, 6,000 plus 3,000 plus 4,000 plus 200, that is 9,600 നമ്മൾ ഒബ്റ്റെയിൻ ചെയ്തിട്ടുള്ളൂ അല്ലേ. സോ ബാക്കിയുള്ള 960 എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇറ്റ് ഈസ് ദ വേസ്റ്റേജ്. ഓക്കെ, വേസ്റ്റ് ആണ് നമുക്ക് ഉണ്ടായിട്ടുള്ള വേസ്റ്റേജ് ആണ്. ഓക്കെ, 10,560 യൂണിറ്റ്സ് ഇൻപുട്ട് ചെയ്തു, പക്ഷേ ഔട്ട്പുട്ട് എത്ര വന്നുള്ളൂ, 9,600 വന്നുള്ളൂ. സോ 960 is the wastage. Wastage also should be processing loss, also should be apportioned. ഓക്കെ, സോ ഔട്ട്പുട്ട് നമുക്ക് എത്രയാണ് കിട്ടേണ്ടിയിരുന്നത്, 10,560 ഔട്ട്പുട്ടാണ് കിട്ടേണ്ടിയിരുന്നത്. അത് നമ്മളിവിടെ 10,560 എന്ന് പറഞ്ഞിട്ട് ഔട്ട്പുട്ട് എഴുതുന്നു. ഓക്കെ, ആൻഡ് കോക്ക് ഈ ടാർ ബെൻസോൾ സൾഫേറ്റ് അമോണിയ ഒക്കെ എത്ര കിട്ടിയിരിക്കുന്നത്, ദാറ്റ് ഈസ് 6,000. ആക്ച്വൽ ഔട്ട്പുട്ട് കിട്ടിയിരിക്കുന്നത് എത്രയാണ്, 3,400, then 200. സോ ഇത് മൈനസ് ഈ ജോയിൻറ്റ് പ്രോഡക്ട്സിൻ്റെ ഒബ്റ്റെയിൻ ചെയ്തിരിക്കുന്ന ഇൻപുട്ട് അല്ലേ, ഇതെല്ലാം എന്താണ്, ഇൻപുട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഇൻപുട്ടാണ് അല്ലേ. സോ ഇതും ഇൻപുട്ടാണ്, ഇതും ഔട്ട്പുട്ടാണ്, ഇതും ഔട്ട്പുട്ടാണ്, എല്ലാം നമുക്ക് കിട്ടിയിരിക്കുന്ന ഔട്ട്പുട്ടാണ്. ഓക്കെ, സോ ഇൻപുട്ട് ചെയ്തിരിക്കുന്ന 10,560, ഔട്ട്പുട്ട് എത്രയാണെങ്കിൽ ബാക്കി വേസ്റ്റ് എത്രയായിരിക്കും, ഇറ്റ് ഈസ് 960. ഓക്കെ, ആൻഡ് ഈ 960 റുപ്പീസ് നമ്മൾ എന്ത് ചെയ്യണം, വീണ്ടും ഈ പ്രോഡക്റ്റുകൾക്ക് അപ്പോർഷൻ ചെയ്ത് കൊടുക്കാം. ഓക്കെ, വേസ്റ്റ് അപ്പോർഷൻ ബിറ്റ്വീൻ ജോയിൻറ്റ് പ്രോഡക്ട്സ് ഇൻ ദ റേഷ്യോ ഓഫ് ദെയർ ഔട്ട്പുട്ട്. ദാറ്റ് ഈസ് എന്ത് വരും, റേഷ്യോ എന്നത് വരും 60:30:4:2. ഈ റേഷ്യോയിൽ 960 ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സോ 960 ഇൻറ്റു 60/96. ഓക്കെ, അങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. സോ ഇറ്റ് വിൽ അപ്പിയർ ആസ് 600
20. ഓക്കെ, ഇങ്ങനെ വരും. ആൻഡ് ഇത് നമ്മൾ ടോട്ടൽ ചെയ്യാം. ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടലി ഈ 10,560 എന്നുള്ള ടോട്ടൽ തന്നെ വരും. അപ്പോൾ 6,600, 2,300, 440, 220. ഓക്കെ, സോ യു വിൽ ഗെറ്റ് 10,560. ഇതെല്ലാം ആഡ് ചെയ്യുമ്പോൾ 10,560 വരും. ഓക്കെ, ആൻഡ് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇനി ജോയിന്റ് കോസ്റ്റ് കണ്ടുപിടിക്കുക. ഓക്കെ, ജോയിന്റ് കോസ്റ്റ്, കാൽക്കുലേഷൻ ഓഫ് ജോയിന്റ് കോസ്റ്റ്. ജോയിന്റ് കോസ്റ്റ് വിൽ ബി വാട്ട്? ജോയിന്റ് കോസ്റ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ₹20 per ton അല്ലേ? കോസ്റ്റ് എത്രയാണ് വന്നിരിക്കുന്നത്? ₹20 per ton ആണ്. സോ ഇതിന് എത്ര ജോയിന്റ് കോസ്റ്റ് വരും? ഫിസിക്കൽ ഔട്ട്പുട്ട് എത്ര വന്നിരിക്കുന്നത് അതിനനുസരിച്ച് ജോയിന്റ് കോസ്റ്റ് നമ്മൾ ഡിവൈഡ് ചെയ്തു. 6,600 into 20. Okay, then 3,300 into 20, then 440 into 20, then 220 into 20. So you will get all these answers. എല്ലാത്തിനെയും into 20 വെച്ചിട്ട് ചെയ്യാം. into 20 into 20 into 20. So you will get the answers. Joint cost and in the total in the എഴുതുക. ദാറ്റ് ഈസ് എ ടോട്ടൽ ജോയിന്റ് കോസ്റ്റ്. നമുക്കിവിടെ ടോട്ടൽ ജോയിന്റ് കോസ്റ്റ് തന്നിട്ടില്ല ഈ ക്വസ്റ്റ്യനിൽ. നമ്മൾ ഇതെല്ലാം കൂടെ ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതായിരിക്കും ടോട്ടൽ ജോയിന്റ് കോസ്റ്റ്. ആ ടോട്ടൽ ജോയിന്റ് കോസ്റ്റ് നമ്മൾ ഓരോ പ്രോഡക്റ്റുകൾക്കായിട്ട് എങ്ങനെ ഡിവൈഡ് ചെയ്തു എന്നുള്ളതാണ് ഫിസിക്കൽ യൂണിറ്റ് മെത്തേഡിൽ പറയുന്നത്. ഓക്കെ.